ടോട്ടൽ 6 ദിവസമായിരുന്നു നമ്മൾ തായ്ലൻഡിൽ. ഇതൊരു ഫൺ ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അതിന്റെ വ്ലോഗാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. കേരള ടു തായ്ലൻഡ് ജേർണി, തായ്ലൻഡിലെത്തി അവിടെ നിന്നുള്ള സ്റ്റേ, ഫസ്റ്റ് ഡേ നമ്മൾ വിസിറ്റ് ചെയ്ത പ്ലേസ്, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. ഈ ജേർണിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഒരു 4 days അല്ലെങ്കിൽ ഒരു 5 days കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കിയ ഒരു ട്രിപ്പ് ആയിരുന്നു ഇത്. പാക്കേജ് ഒന്നും എടുക്കാതെ നമ്മൾ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം ബുക്ക് ചെയ്ത് പോയൊരു ട്രിപ്പ്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാം. അപ്പൊ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയം 8:30 കഴിഞ്ഞു അല്ലേ? 8:53 സമയം. ആക്ച്വലി നമ്മൾ ഇറങ്ങാനായിട്ട് ഒരു ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിലേറെ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങാൻ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ എല്ലാം കൂടെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പ്ലാൻ ചെയ്ത് റെഡിയാക്കിയത് കൊണ്ട് തന്നെ എല്ലാം ഭയങ്കര റഷ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറങ്ങാനും കുറച്ച് ലേറ്റ് ആയി. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഓടി വന്ന് ടിക്കറ്റ് പ്രിന്റ് ചെയ്തത് പോലെ ഇതാ ഇപ്പോഴാണ് പോരുന്ന വഴിക്കാണ്. ലേറ്റ് ആവുമോ? ലേറ്റ് ആണ്. ഫ്ലൈറ്റ് കിട്ടുമോ? എന്താ വെച്ചാല് സാധാരണ ചെക്കിനൊക്കെ ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇവിടുന്ന് പോണത് തായ് ലേണയറിന്റെ ഫ്ലൈറ്റിനാണ്. അതിന് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ചെക്കിൻ ചെയ്യാൻ പറ്റൂല. ഡൊമസ്റ്റിക് മാത്രമേ അത് ചെക്കിൻ ചെയ്യാൻ പറ്റില്ല. മീൻസ് ഓൺലൈൻ ചെക്കിങ് പറ്റൂല. ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണെന്നെങ്കിൽ ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഓൺലൈൻ ചെക്കിങ് പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കറിയില്ല. ഈ ഫ്ലൈറ്റിന് മാത്രമേ അങ്ങനെ കണ്ടുള്ളൂ. എന്താണെന്നറിയില്ല. മറ്റേ ഓൺലൈൻ ചെക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ബാഗേജ് ഒന്നും ഇല്ലല്ലോ. നേരെ അങ്ങോട്ട് കയറി പോയാൽ മതിയായിരുന്നു. സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഇത് ചെക്കിൻ പ്രോസസ് കൂടെ അവിടെ ഉണ്ടാവും. തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ഗേറ്റ് അടക്കുന്നതിന് മുന്നേ കയറാൻ പറ്റുമോ അറിയില്ല. എവിടെയും കയറി കഴിക്കാൻ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ സ്നാക്സിൽ ഒതുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിപ്പം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ചെക്ക് ഇൻ ചെയ്ത് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് ബോർഡിംഗ് പാസും കയ്യിൽ കിട്ടി. ഇനി തായ്ലൻഡിൽ നാളെ മോർണിംഗ് ആണ് എത്തുക. അപ്പൊ അതുവരേക്കും ചെറുതായിട്ടൊന്ന് ഉറങ്ങണം. രാവിലെ എണീറ്റ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് ആണ് കേട്ടോ കണ്ടത്. ഇനി ഒരു 6 ദിവസം എവിടെ അടിച്ചു പൊളിക്കാലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. അങ്ങനെ ഇതാ നമ്മളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. നമ്മളിപ്പോ നേരെ വന്നിട്ടുള്ളത് തായ്ലൻഡിലെ ബാങ്കോക്കിലേക്കാണ് കേട്ടോ. ഇവിടെ ടോട്ടൽ 2 എയർപോർട്ട്സ് ആണുള്ളത്. ഡോൺമ്യോങ് ഇന്റർനാഷണൽ എയർപോർട്ട് അഥവാ DMK എയർപോർട്ടും പിന്നെ സുവർണഭൂമി എയർപോർട്ടും. നമ്മൾ DMKയിലേക്കാണ് വന്നിട്ടുള്ളത്. ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി ഇങ്ങോട്ടേക്കായിരുന്നു കുറച്ചും കൂടെ കുറവ്. എയർപോർട്ടിൽ വന്നിറങ്ങി നമ്മൾ നേരെ സിം എടുത്തു. എനിക്കും ഷൈനും ഓരോ സിമ്മുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം 900 ബാത്താണ് രണ്ടിനും കൂടെ വന്നത്. പക്ഷെ നമ്മൾ അഗോഡ ത്രൂ ഒക്കെ എടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ട് സിം കിട്ടുമായിരുന്നു. അതിൽ ഈ സിമ്മാണ് കിട്ടുക. അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ച് നേരെ നമ്മളിതാ മുന്നോട്ട് നടന്ന് ആദ്യം കണ്ട 7-Eleven സ്റ്റോറിലേക്ക് കയറിയിട്ടോ. നമ്മൾ മുന്നേ ഒരുപാട് യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീഡിയോ എല്ലാം റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഒരു പ്ലാനിങ്ങും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായി പോവും. കുറഞ്ഞ സമയം കൊണ്ടാണ് പ്ലാൻ ചെയ്തതെന്ന് മാത്രം. ഞങ്ങളുടെ ട്രിപ്പിനുള്ള ഇറ്റിനറി, ഞങ്ങൾക്ക് കാണേണ്ട സ്ഥലങ്ങളും ഒക്കെ വെച്ച് നമ്മൾ സ്വയം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ ഒരു സ്റ്റോറിലേക്ക് കയറി നമുക്ക് ആവശ്യമുള്ള കുറച്ച് എസെൻഷ്യൽസ് ഒക്കെ, പിന്നെ ഇവിടെ ചെറിയ ഫുഡ് ഐറ്റംസും ഉണ്ട്. നമ്മൾ 2 സാൻഡ്വിച്ചസ് എടുത്തു. ഇത് ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് വാം ചെയ്ത് കിട്ടും. നമ്മളുടെ ഈ ഒരു Day 1, Day 2 ഒക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് ടാക്സി ബുക്ക് ചെയ്ത് നമ്മൾ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ എത്തണം. 2 ആപ്പുകൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ബോൾട്ട് അല്ലെങ്കിൽ ഗ്രാബ്. ബോൾട്ടിലാണ് ഈ ഒരു ടാക്സി റേറ്റ്സ് ഒക്കെ ഒന്നും കൂടെ കമ്പാരിറ്റീവ്ലി കുറവായിട്ട് തോന്നിയത്. അപ്പൊ നമ്മൾ ത്രൂ ഔട്ട് ബോൾട്ട് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൽ നമുക്ക് നമ്മൾ പോവേണ്ട ലൊക്കേഷൻ കൊടുക്കുക. അതിൽ കുറെ കാറ്റഗറീസ് ഉണ്ടാവും, ഏത് ടൈപ്പ് കാർ വേണം എന്നൊക്കെ ഉള്ളത്. നമ്മൾ എപ്പോഴും എക്കോണമി ഒക്കെ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനായിരുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ റേറ്റ് കുറവ്. അങ്ങനെ ഇതാ നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലെത്തി. 90Y ഹോട്ടലിനാണ് ഇതിന്റെ പേര്. ഇവിടെ നമ്മൾ ഏർലി ചെക്ക് ഇൻ ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂമിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഏതായാലും ഏർലി ചെക്ക് ഇൻ പോസിബിൾ ആയില്ല, ബിക്കോസ് അവിടെ ഗസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മളുടെ ലഗേജ് അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് അവർ സമ്മതിച്ചു. ഇത് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം. ഇവിടെ കണ്ടോ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ സ്നാക്സ് പൊരിച്ചു വെക്കും പോലെ മീനൊക്കെ ഇങ്ങനെ ചില്ലുകൂട്ടിൽ പൊരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടാക്സി കയറി ഗ്രാൻഡ് പാലസിന്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് അവിടുത്തെ മരങ്ങളൊക്കെ നനയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഇങ്ങനെ ടെമ്പിൾസ് ഒക്കെ കാണാനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവിടേക്ക് എന്തെങ്കിലും ഔട്ട്ഫിറ്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യണം. ഷായി ഷോർട്സ് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഒരു പാൻസ് വാങ്ങി ഇടേണ്ടി വന്നു. ഇത് നമുക്ക് നേരത്തെ അറിയായിരുന്നു, പക്ഷെ ചെക്ക് ഇൻ ചെയ്യാതെ നേരെ വന്നതുകൊണ്ട് അത് മറന്നുപോയതാണ്. അങ്ങനെ മറന്നു വരുന്ന ഇവർക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ പുറത്ത് പാൻസ് ഒക്കെ സെല് ചെയ്യുന്നുണ്ട്. 100-150 ബാത്തൊക്കെയാണ് ഒരു പാന്റിന്റെ. അപ്പൊ നമ്മള് ഗ്രാൻഡ് പാലസിന്റെ എൻട്രൻസിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ താഴെ കൂടെ വന്ന് അണ്ടർഗ്രൗണ്ട് കയറി ഇതിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്.
ഈ ഗ്രാൻഡ് പാലസിനകത്ത് തന്നെയാണ് ദ ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ. രണ്ടിനും കൂടെ ഒരൊറ്റ ടിക്കറ്റാണ്. ഇവിടേക്കുള്ള ടിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്യാം കേട്ടോ. അഗോഡ ത്രൂവോ അല്ലെങ്കിൽ ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അതിലൂടെ ഒക്കെ ബുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ നേരെ ഇവിടെ വന്നിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 500 തായ്ബാത്താണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നല്ല വെയിലാണ്, തൊപ്പി പോരാ, കൊടയും പോരാ, ഒരു സൺസ്ക്രീൻ ഒരു ബക്കറ്റും പോരാ. അപ്പൊ ഇതാ നിങ്ങൾക്ക് നമ്മളുടെ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും, നല്ല പൊരി വെയിലാണ്. ഒന്നാമത് നമ്മൾ എത്തിയതും ഈ ഒരു നട്ടുച്ച സമയത്താണ് കേട്ടോ. ഒരു 11-12 മണിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നല്ല തിരക്കുമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ക്രൗഡഡ് ആണ്. എനിക്ക് ഓർമ്മ വന്നത് റീൽസ് vs റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ റീൽസും ഷോർട്സ് ഒക്കെ കാണാറുണ്ടല്ലോ. അതാണ് ലിറ്ററലി എനിക്ക് ഓർമ്മ വന്നത്. ബിക്കോസ് ഷൈനാണെങ്കിൽ എനിക്ക് കുറെ റീൽസ് എടുത്തരാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നു, ഞാനാണെങ്കിൽ റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നു. പക്ഷെ ആ ഒരു ആഗ്രഹം ഞാൻ മുളയിലേ നുള്ളിക്കളയാണ് ചെയ്തത്. ബിക്കോസ് ഇത്രയും തിരക്കിന്റെ ഇടയിൽ നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ മനസ്സ് പാകപ്പെടുത്തിയോണ്ടാണ് പിന്നീട് ഞങ്ങൾ ഉള്ളിലോട്ട് കടന്നത്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻസിന്റെ ഒക്കെ ഈ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി ശരിക്കും കണ്ടറിയേണ്ടതാണ് കേട്ടോ. നമ്മൾ ഈ ക്യാമറയിലോ ഫോണിലോ ഒന്നും അതിന്റെ ഒരു എക്സാക്ട് ബ്യൂട്ടി കിട്ടുന്നില്ല. നല്ല രസമുള്ള പ്ലേസ് ആണ്. ഐ തിങ്ക് ഈവനിങ് ഒക്കെ ആയിരുന്നു നമ്മളിവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈവൻ മോർ ബ്യൂട്ടിഫുൾ. ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോയിൽ പോലും ഷായി ഞാനും പെയർ ആയിട്ടുള്ളതില്ല. അത് മാത്രമല്ല വ്ളോഗിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചില്ല. അങ്ങോട്ട് നോക്ക് ഷായി, ഷായിക്കാണെങ്കിൽ ഇൻട്രസ്റ്റും ഇല്ല ഫോട്ടോസിനൊന്നും. പൊതുവെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനും വലിയ താല്പര്യമില്ല അല്ലേ? ഇല്ലല്ലോ. തായ്ലാന്റിന്റെ ഹിസ്റ്റോറിക്കൽ നെയിം അഥവാ പഴയ പേര് സിയാം എന്നാണ്. 1782 മുതൽ ഈ സിയാമിലെ രാജാക്കന്മാരുടെയൊക്കെ ഒഫീഷ്യൽ റെസിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാൻഡ് പാലസ് ആണ്. ബാങ്കോക്കിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് ഓരോ വർഷവും 8 മില്യണോളം ആൾക്കാരാണ് ഇത് വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എത്തുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ മറ്റൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഗാർഡനും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെയാണ് ഉള്ളത്. നല്ല കൊടും വെയിലാണ്. ഇവിടുന്ന് പോകുമ്പോഴത്തേനും ടാൻ അടിച്ച് പണ്ടാരടങ്ങി ഉണക്കമീനായി പോവാം. ബട്ട് ഇറ്റ്സ് ഫൈൻ റൈറ്റ്. സോ ഗൈസ്, നമുക്ക് വാട്ടിന്റെ പൂതി മതിയായി. അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഓടുകയാണ്. ചൂടും വെയിലും. ഷായി എക്സോസ്റ്റഡ്. അപ്പൊ നമ്മൾ ഇനി നേരെ റൂമിലോട്ട് തിരിച്ചു പോവാണ്. ഇവിടെ ഇനി ഇതുപോലെ വേറെയും വാറ്റുകൾ കാണാനുണ്ട്, അഥവാ അമ്പലങ്ങൾ, വാറ്റ്, അരുൺ ഒക്കെ. പക്ഷെ നമ്മൾ അത് കാണാൻ വേണ്ടി നിൽക്കുന്നില്ല. ബിക്കോസ് ഇന്ന് നമുക്ക് കുറച്ച് റെസ്റ്റും വേണം. ഇന്ന് രാത്രി നമുക്ക് നേരെ ഫുക്കറ്റിലേക്ക് ഫ്ലൈറ്റ് കയറാനുള്ളതാണ്. ഈ സ്റ്റേക്ക് നമുക്ക് ഏകദേശം ഒരു 500-600 തായ്ബാത്തൊക്കെയാണ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് നാട്ടിൽ ഏകദേശം ഒരു 1400-1600 ഇന്ത്യൻ റുപ്പീസ്. നമുക്ക് അധികം സ്ലീപ്പ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ റൂമിൽ വന്ന് നന്നായിട്ട് ഉറങ്ങി. അപ്പൊ ഇതാ ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ നമ്മൾ റൂമിൽ എത്തിയതായിരുന്നു. പിന്നെ നമ്മൾ ഫുക്കറ്റിൽ എത്തിയാൽ ചെയ്യാനുള്ള 2 ഐലൻഡ് ടൂറുകൾ ബുക്ക് ചെയ്തു. അതിനുശേഷം ഒരു 4 മണി 4:30 ആയപ്പോഴത്തേക്കും ഉറങ്ങി. ഒരു 7 മണി ആയപ്പോഴത്തേക്കും എണീറ്റ് റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വീണ്ടും ബോൾട്ടിൽ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. 9 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 8:15 ചെക്ക് ഇൻ ചെയ്യണം. തായ്ലാൻഡ് എയർ അവരെ ഇത് ഭയങ്കര മോശമാട്ടോ. അതായത് വെബ്സൈറ്റ് ഇന്റർനാഷണൽ ചെക്കിങ്, വെബ് ചെക്കിങ് ഇല്ല. അപ്പോൾ അവരെ ചെക്കിങ് കൗണ്ടറിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് സെറ്റപ്പായി വരുന്നേ ഉള്ളൂ എന്നാണ്. പിന്നെ ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെക്കിങ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ പറ്റിയില്ല. അതാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തതിന് ഒരു കാരണം. 45 മിനിറ്റ് മുന്നെങ്കിൽ ചെക്കിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൺലൈൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എത്തിയാലും കുഴപ്പമൊന്നുമില്ല, ഗേറ്റ് അടക്കുന്നതിന് മുന്നേ എത്തിയാൽ മതി. പക്ഷെ നമ്മൾ സൈറ്റിൽ നോക്കുമ്പോൾ ഇറവുന്ന കാണിക്കണേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ടാക്സി പിടിച്ച് പോരാണ് ഫുഡ് കഴിക്കാതെ. അത് ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ ഭയങ്കര ടൂർ തന്നെ ഫ്ലോപ്പ് ആവും. ഫുക്കറ്റിലേക്ക് എത്താനും പറ്റൂല. ഫുക്കറ്റിൽ നമ്മൾ ഓൾറെഡി 2 ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട് ആക്ടിവിറ്റീസ്. ഇനി നാളെ നമ്മൾ ഫുക്കറ്റിലായിരിക്കും. അതായത് ഇന്നിപ്പം നമ്മൾ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 9 മണിക്കാണ് ഫ്ലൈറ്റ്. അത് കഴിഞ്ഞ് 10:45, 10:20 ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുക്കറ്റിലെത്തും. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ചെക്ക് ഇൻ ചെയ്യും. പിറ്റേ ദിവസം, അതായത് നാളെ രാവിലെ ഫിഫി ഐലൻഡ്, അതിൻ്റെ പിറ്റേന്ന് ജെയിംസ് ബോണ്ട് ഐലൻഡും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ആ 2 ആക്ടിവിറ്റീസും, അതായത് ബോട്ട് റൈഡ് കാര്യങ്ങളൊക്കെയാണ്, അത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫ്ലൈറ്റ് മിസ്സായാൽ മൊത്തത്തിൽ കുളമാവും. ഇതുവരെ പേ ചെയ്ത എമൗണ്ട് മൊത്തം വെള്ളത്തിലോ. സോ നമുക്ക് എയർപോർട്ടിൽ
ലേറ്റ് ആവാതെ എത്തുക എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ ഈ ഫ്ലൈറ്റ് തന്നെ പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആണല്ലോ എല്ലാം പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് റേറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലൈറ്റിനായിരുന്നു കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കുറവ്. നാളെ ഏർലി മോർണിംഗ് എത്തുന്ന ഒരെണ്ണം ഉണ്ട്, അതിനാണ് ഏറ്റവും കുറവ്. പിന്നെ കുറവ് ഇതിനാണ്. നാളെ ഏർലി മോർണിംഗ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പം എന്താണ് ആക്ടിവിറ്റീസ് 8 മണിയാകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നേരെ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് എല്ലാം കൂടെ റഷ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പം ഇന്ന് ഈ നൈറ്റ് തന്നെ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഡോൺമ്യോങ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മളെ ടൂറ് സക്സസ് ആവുക അല്ലേ എന്നുള്ളത് ഇപ്പം പറയാം. അങ്ങനെ നമ്മൾ ഏതായാലും ചെക്ക് ഇൻ ചെയ്ത് അകത്തേക്ക് കയറി. തലനാരിഴയ്ക്കാണ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയത്. കുറച്ചും കൂടി വൈകിയിരുന്നെങ്കിൽ മൊത്തം കയ്യിൽ നിന്ന് പോയേനെ. നമ്മളിപ്പോൾ രാവിലെ ഒരു സാൻഡ്വിച്ച് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ലേസ് വാങ്ങി. ഇതിന് ഏകദേശം ഒരു 60 തായ്ബാത്തായിരുന്നു. ഇന്ത്യൻ റുപ്പി ഏകദേശം ഒരു 140-150 ഒക്കെ രൂപ. പിന്നെ ദാ ഗേറ്റ് ഓപ്പൺ ആയി. നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറാണ്. ഇനി നേരെ ഫുക്കറ്റിലേക്ക്. ജസ്റ്റ് ഒരു 1 hour ഫ്ലൈറ്റ് ആണ് കേട്ടോ ബാങ്കോക്ക് ടു ഫുക്കറ്റ് വരുന്നത്. ബസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാം. അപ്പൊ നമുക്ക് 10 മണിക്കൂർ ട്രാവൽ ഉണ്ടാവും. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് നമ്മൾ ഫോണെല്ലാം സ്വിച്ച് ഓൺ ചെയ്തപ്പോഴാണ് ഷൈൻ ആ ഒരു മെയിൽ നോട്ടീസ് ചെയ്തത്. അതായത് നമ്മൾ നാളത്തെ ഐലൻഡ് ടൂർ ക്യാൻസൽ ആയിട്ടുണ്ട്, സീറ്റ് കൺഫേം ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, സീറ്റ് ഫുൾ ആയതുകൊണ്ട്. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഈ ഐലൻഡ് ടൂർസ് നമുക്ക് ഫുക്കറ്റിലെ ടൂർ ഏജൻസീസ് വഴി ഒരു പാക്കേജ് എടുത്തിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ടൂർ ഏജൻസീസ് ഒക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ പ്രശ്നം അതല്ല, പ്രശ്നം നമ്മൾ എത്തിയ സമയമാണ്. ഇപ്പൊ രാത്രി 10 ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാളത്തെ ട്രിപ്പിലേക്ക് ഒരു സീറ്റ് കിട്ടും എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷേ എയർപോർട്ടിൽ തന്നെ 1-2 ഏജൻസീസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിലൊരു ഏജൻസീനെ അപ്രോച്ച് ചെയ്തു. അവർ കുറെ ഇങ്ങനെ വിളിച്ചൊക്കെ ചോദിച്ചു. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഏതായാലും 2 സീറ്റ് കിട്ടി ഭാഗ്യം കൊണ്ട്. ഇവര് തന്നെ പിക്കപ്പിന് വേണ്ടിയിട്ട് നാളെ മോർണിംഗ് നമ്മളുടെ റൂമിലേക്ക് വരും 8-9 മണിയാവുമ്പോൾ. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളുടെ ടാക്സി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് വരികയാണ്. അങ്ങോട്ട് ക്രോസ് ചെയ്യാം. എവിടെ? അപ്പുറത്ത് ക്രോസ് ചെയ്യണം. പോര് നമ്മൾ പുറകിൽ കണ്ടില്ലേ, അങ്ങ് അവിടേക്ക് ഒരു 100-400 മീറ്റർ നടന്ന്. അപ്പം പുറത്ത് ചാടാനുള്ള ഒരു സ്കോപ്പും ഇല്ല. അപ്പോഴാണ് മനസ്സിലായി തിരിച്ചാൽ നടക്കേണ്ടതെന്ന്. ഇതിനുള്ളിൽ ടാക്സി കാറ് കയറുകയാണെങ്കിൽ കുറേ ചുറ്റണം. അപ്പോൾ നമ്മൾ നടന്നിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് എത്താം. അപ്പോൾ നമ്മളെ മാതിരി വൈതെറ്റിയൊരു കപ്പിൾസാണ് നമ്മൾ പുറകെ വരുന്നത്. ഫൈനലി ഇതാ നമ്മൾ ബുക്ക് ചെയ്ത ടാക്സിയും കണ്ടുമുട്ടി. ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. അതിന്റെ ഇടയിലും റൂട്ട് കാണിച്ചതൊക്കെ തെറ്റിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഹോട്ടലിൽ ലാസ്റ്റ് നമ്മൾ എത്തി.คนจำถนนไม่ถูก Kunchan, the road is not right. โรงแรมอยู่ถนนหลวงพ่อ The hotel is on Luang Pho Road. ഓക്കെ, താങ്ക് യു. ലുവാങ് ഫോർ റോഡ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇതാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തിട്ടുള്ള സ്റ്റേ, ലാമോഡ് റിസോർട്ടിൽ. റോഡ് റോങ് ആയിരുന്നു എന്ന് പറഞ്ഞു. താങ്ക് യു. റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം നമുക്ക് ഫുഡ് അടിക്കാൻ പോവാൻ. കുറേ ഫിഫി ടൂർ പാക്കേജസ് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഏത് ഹോട്ടലിൽ സ്റ്റേ എടുത്താലും മിക്കവാറും അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നമ്മളെന്തായാലും തലേ ദിവസം ഇപ്പം നമ്മൾ ഇത്ര ലേറ്റ് ആയിട്ടാണല്ലോ ഇവിടെ വന്നത്. അതായത് 12 മണിയായി ഇപ്പോൾ. അങ്ങനെ ലേറ്റ് ആയിട്ട് വരുമ്പോൾ ഇപ്പം നാളത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫിഫി ടൂർ ബുക്ക് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല, ഫില്ലായിട്ടുണ്ടാവും. ആ ഒരു റിസ്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ടിൽ കണ്ടപ്പോൾ അവിടെ നിന്ന് തന്നെ ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് നമുക്കിപ്പോൾ നാളത്തേക്ക് അവൈലബിൾ ആയി. മറ്റേ നമ്മൾ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സും എല്ലാം ഓൾറെഡി പ്രീ ബുക്ക്ഡ് ആണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് മൊത്തത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മാമുണ്ണാൻ പോവുകയാണല്ലോ. നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള, ഐ മീൻ വിചാരിച്ചതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ടുള്ള റൂം കേട്ടോ. എനിക്കൊരു കാര്യം മനസ്സിലായി എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് കേളി ഹെയർ. സോ ഞാൻ ഒരു കേളി ഗേൾ ഹെയർ റൂട്ടീൻ ചെയ്യുന്നതാവും ബെറ്റർ. ബിക്കോസ് എൻ്റെ ഹെയറിനെ കെയർ ചെയ്യാതെ ഇടുമ്പോൾ കണ്ടോ അത്ര സ്പ്രിങ് ആയിട്ടാണ് എൻ്റെ കേള് വരുന്നത്. എൻ്റെ ഹെയർ, എൻ്റെ ഉമ്മച്ചിക്കൊക്കെ കേളി ഹെയർ ആണ്. സോ
നമ്മളുടെ ഇന്നത്തെ സ്റ്റേ റേറ്റ് ഇപ്പോൾ ആയിട്ടുള്ളത് നാട്ടിലത്തെ 8,000 രൂപയാണ്. നമുക്ക് 3 ദിവസത്തെ സ്റ്റേക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ലമൂൺ റിസോർട്ടിൽ. അപ്പം നാളെ ഫിഫി ഐലൻഡ്, അതിനുശേഷം പിറ്റേ ദിവസം എന്താണ് ജെയിംസ് ബോണ്ട് ഐലൻഡ്, അതും പിന്നെ കുഞ്ഞു കുഞ്ഞു വേറെ കുറേ ഐലൻഡുകൾ അതിൻ്റെ കൂടെ കാണും. അപ്പോൾ 3 days സ്റ്റേ ആണ്. അതായത് ഇന്നത്തെ ഒരു ഡേ ആയിട്ട് കൗണ്ട് ചെയ്യും. ഇന്ന്, നാളെ, മറ്റന്നാൾ നൈറ്റ് നമ്മൾ ഫ്ലൈറ്റ് കയറും ടു ബാങ്കോക്ക്. സോ ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്ത് പോകണം ആൻഡ് ചാച്ചണ. അതിൽ നമുക്ക് എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട് കേട്ടോ. കെറ്റിലുണ്ട്, കോഫി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, പറയുമ്പോൾ വെള്ളമുണ്ട്. നമ്മൾ 2 ദിവസം ഐലൻഡിലായതുകൊണ്ട് അത് രാവിലെ 7 മണിക്ക് 9 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എത്തുള്ളൂ. വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോകും. ശരിക്കും റൂമിൽ അധികം സ്പെൻഡ് ചെയ്യൂല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ റൂമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ തന്നെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതായത് റൂം നല്ല സ്പേഷ്യസ് ആണ്, പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്, എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ആൻഡ് ബാത്റൂം വിത്ത് ബാത്റൂം. ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഈ സ്ട്രീറ്റിലൂടെ നടന്ന് നോക്കുകയാണ്. ഇത് ഇപ്പം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, 12:15 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വി ഡോണ്ട് നോ ഏത് ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടാവും. വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഷോപ്പുകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻ സെർച്ച് ഓഫ് ഫുഡ്, കോഫി. എങ്ങനെയുണ്ട്? ക്ലോസ്ഡ്. എന്നാൽ അവിടെ നിന്ന് ക്ലോസിങ് ആണ്. ഇനി ഇവിടെ നോക്കാം. ഇവിടെ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ഒന്ന് പട്ടിണി പോകും. കയറി കയറിയ പോലെ തിരിച്ചിറങ്ങാൻ ഉദ്ദേശിച്ച ഫുഡ് ഐറ്റംസ് ഇല്ല. ക്രിസ്മസ് ഒക്കെ ആവാറായോണ്ട് എല്ലായിടത്തും ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ ആണ് കേട്ടോ. ഇപ്പം സമയം ഇത്ര ആയതുകൊണ്ട് എല്ലാ ഷോപ്സും അടച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോ നേരെ വന്നിട്ടുള്ളത് ഇവിടുത്തെ 7-Eleven സ്റ്റോറിലേക്കാണ്. ഇത് 24/7 ഓപ്പൺ ആണ്. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നോക്കിയപ്പോൾ ഇത് ചിക്കൻ സ്പഗറ്റി ആണ്, പിന്നെ ഇത് ചിക്കൻ നൂഡിൽസും. അപ്പം ഇവരോട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി തന്നെ ഹീറ്റ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഹീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. സോ നമ്മളിനി ഫുഡ് സെലക്ട് ചെയ്യാം. ഇനി എന്താ വേണ്ടത്? വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണ്. ആ തലക്കല്ലേ കുറഞ്ഞ വിലയുള്ളൂ. 45. മീനാണ്. നല്ല മീനല്ല, ചിക്കൻ ടിക്ക മസാല വിത്ത് ടർമറിക് റൈസ്. ഇത് 3 കൊടുക്കാം അല്ലേ? പോരെ? 3 മതിയാവും. ആവശ്യമുണ്ട്. റൈസ് ഉണ്ടോ? അപ്പം ഇത്രയും സാധനങ്ങൾ നോക്കാം. എനിക്കല്ലേ ചെമ്മീൻ വേണ്ട? ഇവിടെ ഉണ്ട്. ചെമ്മീൻ വേണോ? ഈ 7-Eleven സ്റ്റോഴ്സ് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. തായ്ലൻഡിന്റെ മുക്കിലും മൂലയിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റോഴ്സ് കാണാൻ പറ്റും. 24/7 ഓപ്പൺ ആണ്. ഇൻസ്റ്റന്റ് ഫുഡ്സ് എല്ലാം അപ്പൊ തന്നെ നമുക്ക് വാം ചെയ്ത് തരും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം അഫോർഡബിൾ റേറ്റും ഉള്ളൂ. എന്തെങ്കിലും ഡ്രിങ്ക്സ് വേണം. ടോഫു സാൻ അതൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ടോ? ഇതാണ് ടോഫു സാൻ. ഒരു നീട്ടല് കൂടുതലാണ് ഇവരുടെ. സ്വീറ്റ്സ് കഴിച്ചു നോക്കാഞ്ഞാൽ മോശമല്ലേ? യങ് കോക്കനട്ട് ക്രീം, ഒരു ചീസ് കേക്ക് ഉണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇതെന്താ? ഫ്ലേക്ക് ക്രീം വാഫിൾ. അത് വേണ്ട. ബനാന കാരമൽ ഫ്ലേവേർഡ് പാസ്ചറൈസ്ഡ് മിൽക്ക്. നാളെ എപ്പോഴെങ്കിലും വിശന്ന് വലയാണെങ്കിൽ കഴിക്കാമല്ലോ. എന്നാലും അഥവാ ഇനി നമുക്ക് അതിൻ്റെ അവസരം കിട്ടിയില്ലല്ലോ. അതോ കൊണ്ട് റൂമിലെത്തിയിരിക്കുകയാണ്. ഇനി നേരെ ഈറ്റിംഗ്. ഒന്നും ചിലപ്പോൾ വീഡിയോ ഒന്നും എടുക്കൂല കേട്ടോ, അറിയില്ല. ജസ്റ്റ് ടേസ്റ്റിംഗ് സെഷൻ ഓൺലി ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫുഡിലേക്ക് ഇങ്ങോട്ട് വീടണം. അത്ര
അത്രക്ക് വിശക്കണുണ്ട്. 2 ദിവസം എല്ലാം ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. 2 ദിവസമായി മര്യാദക്ക് എന്തെങ്കിലും കഴിച്ചിട്ട്. 2 ദിവസമായിട്ടുണ്ടാവും. കൊറേ കഴിച്ചാൽ പ്രശ്നമൊക്കെ കൂടെ നിക്കണ്. ഞാൻ മോഹം നോക്കിക്കോട്ടെ. ഫസ്റ്റ് ബൈറ്റ് എടുത്തു. അത് എപ്പോഴും ചായഞ്ച് ചെയ്യണ പോലെ റെക്കോർഡ് ബട്ടൺ നക്കിയില്ല. അപ്പൊ ഒരു പുൽത്തൈലത്തിന്റെ ടേസ്റ്റ് ആണ് ഫസ്റ്റ് ബൈറ്റിൽ എനിക്ക് തോന്നി കേട്ടോ. അത്ര ഇഷ്ടമായതൊന്നുമില്ല. ഞാൻ പുൽത്തൈല ഇതുവരെ തിന്നോക്കാത്തോണ്ട് പുൽത്തൈലത്തിന്റെ ഒരു മണത്തിന്റെ ഒരു ടേസ്റ്റ്. അടുത്തത് എന്തോ ടിക്ക, ടെർമറിക് ടിക്ക ബിരിയാണി മസാല. ബിരിയാണി അല്ല, ടെർമറിക് ടിക്ക എന്തോ മസാല കേട്ടോ. നമുക്ക് വിത്ത് ചിക്കൻ പീസ് കഴിച്ചോക്കാം. ചെറിയ പീസ്. അടുത്ത ടേസ്റ്റ് ഇത് കൊള്ളാം കേട്ടോ. എല്ലാം ടേസ്റ്റ് നോക്കി വേഗം നിങ്ങളെ ഒഴിവാക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് കാര്യമായിട്ട് കഴിക്കാൻ. ചിക്കൻ സ്പാഗെറ്റി. ഇത് കുഴപ്പമില്ല. ഇഷ്ടമായിട്ടോ. പൊതുവെ എല്ലാം ക്വാണ്ടിറ്റി കുറവായിരിക്കും കേട്ടോ. ഇവർ കഴിക്കുന്ന ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അപ്പോൾ വൈറ്റ് റൈസ്, നമ്മൾ ഇന്ത്യൻസിന്റെ അത്ര ഇവർ ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കുക. ഗ്രിൽഡ് ചിക്കൻ കേട്ടോ. ഇതാണ് നെക്സ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്. കുഴപ്പമില്ല. ഇത് വൈറ്റ് റൈസ് വിത്ത് ഗ്രിൽഡ് ചിക്കൻ, ചിക്കൻ സ്പഗറ്റി, ഇത് എന്തോ ടിക്ക, ചിക്കൻ ടിക്ക, ഇതിനോട് നൂഡിൽസ്. ബീഫിലെ നെയ്യുണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് എന്തേലും നമ്മൾ കളയാൻ പോകണ്ടോ ഈ സാധനം. കാരണം സ്മെല്ലുണ്ട്, നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. സ്മെല്ലൊക്കെ ഛർദ്ദിക്കാൻ വരുന്നത് എന്തായിരുന്നു അറിയോ? എനിക്ക് പ്ലാസ്റ്റിക് ഒക്കെ ഒരു കത്തിയാത്ത സ്മെല്ലും ടേസ്റ്റ്. നമ്മൾ എന്നാലേ ഈ ഫുഡിന്റെ കവറിൽ ഇട്ടുകൊണ്ട് കെട്ടിയാണ്ട് വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ രാത്രി മണത്തിട്ട് നമുക്ക് പറഞ്ഞത് കഴിയൂല. അല്ല അവിടെ ഇതാണ് ഈ ഐറ്റം. അത് സ്റ്റിർ ഫ്രൈഡ് ബേസിൽ ചിക്കൻ സ്പഗെറ്റി. സ്റ്റിർ ഫ്രൈഡ് ബേസിൽ ചിക്കൻ സ്പഗെറ്റിയാണ്. ഞാൻ ചിക്കൻ നൂഡിൽസ് കണ്ടപ്പോൾ എടുത്തു. ഓറഞ്ച് ജ്യൂസ് വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷെ ആ ഓറഞ്ച് ജ്യൂസിൻ്റെയും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു പുൽത്തൈലം കുറച്ച് ചേർത്താൽ എങ്ങനെ ഉണ്ടാവും. നമ്മൾ ഈ എന്താണ് തുടക്കുമ്പോഴൊക്കെ വെള്ളത്തിലേക്ക് കലക്കണ പുൽത്തൈലം കുറച്ച് ഒഴിച്ചാൽ മിക്സ് ചെയ്താൽ അങ്ങനെ അതേപോലെ ഉണ്ട്. എന്നാലും ഫ്രഷ് ആണ്, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളെ നാട്ടിൽ കിട്ടണ പോലെയല്ല, വേറെ എന്തോ ഒരു ടേസ്റ്റ് ചെറിയ. ഷാനിപ്പോ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എല്ലാം ഛർദ്ദിക്കാൻ വരാൻ പറഞ്ഞിട്ട് ഫുള്ള് ബാക്കിയായി കേട്ടോ. അതായത് ഞാൻ അത്യാവശ്യമൊക്കെ തിന്നു, കുറച്ചൊക്കെ തിന്നു, ബാക്കിയൊക്കെ ഫുൾ വേസ്റ്റ് ആയി. ഛർദ്ദിക്കാൻ വരാണ് അത്ര. കഴിച്ച് ഇത്രയായി കേട്ടോ. ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഷാനും അത്യാവശ്യം ഇഷ്ടമായി. അതാ നമ്മളുടെ ഡേ 1 ഇതോടുകൂടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. വരും ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി അടുത്ത വ്ലോഗിലൂടെ ഷെയർ ചെയ്യാം. ഇനി പിറ്റേ ദിവസം ഫിഫി ഐലൻഡ് ടൂർ ആണ്. ലൈഫിൽ തന്നെ അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു, ഒരു പ്ലേസ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. അതിന്റെ എല്ലാ വിശേഷങ്ങളും ഒക്കെ ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ ഷെയർ ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.